ആ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്ത മറ്റൊരു നരസിമുക്കിലെ പ്രധാന കാഴ്ചകളുള്ള മറ്റൊരു കുന്നിൻ പ്രദേശമുണ്ട്. ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നീട് തിരിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് പോവാം. ഈ വഴി നമ്മൾ നേരെ മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാലാണ് നമുക്ക് നരസിമുക്കിലെ ഏറ്റവും നല്ല കാഴ്ചകൾ കാണാനാവുക. ഇങ്ങനെ താഴോട്ട് ആ കാറ് പോയ വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു സൂര്യകാന്തി പൂക്കളുടെ പാടം കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ചാവടിയൂർക്കെത്താം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളേതായാലും ഇനി ആ ഒരു കുന്നിൻ മുകളിലേക്ക് തന്നെ കയറാമെന്ന് വെച്ചു. കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി. ഏകദേശം കയറുന്ന ഭാഗത്ത് കുത്തനെയാണെങ്കിലും അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിരന്ന ഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവിടം ക്ലോസ് ആണ്. ഇതേപോലെ ചങ്ങല ഇട്ട് വെച്ചിരിക്കുകയാണ്. ഏതോ സാമൂഹ്യ ദ്രോഹികളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രത്തോളം മനോഹരമായ കാഴ്ചകളെ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും, പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒട്ടും ആശാസ്യമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്തായാലും അവിടെ നിന്ന് മനോഹരമായ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ കുന്ന് അല്പം താഴോട്ട് ഇറങ്ങി വരാമെന്ന് കരുതി മറ്റൊരു പോയിന്റിലേക്ക്, അല്പം താഴോട്ട് വന്നാലുള്ള ഒരു പോയിന്റിലേക്ക് ഞങ്ങൾ തിരിച്ചു നടന്നു. വേറെ വഴികൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ താഴോട്ട് വന്നു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുക കാറ്റിൻ്റെ മറ്റൊരു താഴ്വര ഷോളയൂരിൽ എത്തിപ്പെട്ടോ എന്നുള്ള ഒരു സംശയമായിരിക്കും. എന്തായാലും കാറ്റിൻ്റെ ഒരു മനോഹരമായ താഴ്വര തന്നെയാണ് ഇതുമെന്ന് നമുക്ക് പറയാം. താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായ ആ ഒരു താഴ്വര തന്നെ നമുക്ക് കണ്ണിന് വിരുന്നേകുന്ന വളരെ വലിയൊരു അനുഭവമായി മാറുന്നു. അതേപോലെ ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളും. ഏതായാലും ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് നമുക്ക് മുന്നിൽ കാണുന്ന ഈ കാറ്റാടി പാടങ്ങളുടെ ഒരു കൺട്രോൾ സ്റ്റേഷനാണ് നേരത്തെ നമ്മൾ ആ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ച് അടച്ചു വെച്ചിരിക്കുന്ന വഴികൾക്ക് അപ്പുറം ഒരു സമതല പ്രദേശത്ത് അവിടെ ഉള്ള ആ ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ അവിടേക്ക് തൽക്കാലം ആളുകൾക്ക് പ്രവേശനമില്ല എന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരു ബോർഡിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് മുന്നിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണെന്ന് പറയാം. പച്ച പട്ടണിഞ്ഞു നിൽക്കുന്ന ഈ പുൽമേടുകളും അതേപോലെ കുന്നിൻ ചെരിവുകളുമെല്ലാം മറ്റൊരു മൂഡിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ വിദൂരതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മേഘക്കൂട്ടങ്ങളെല്ലാം തന്നെ ഈ മലനിരകളെ തഴുകി തലോടി അങ്ങനെ നിൽക്കുന്നതും കാണാം. വളരെ മനോഹരമായുള്ള ഒരു പാതയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്. കുത്തനെയാണ് എങ്കിൽ പോലും നമുക്ക് വളരെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ താഴോട്ട് ഇറങ്ങിപ്പോകാനാവുന്ന തരത്തിൽ തന്നെയാണ്
നിന്ന് ഏകദേശം 4-5 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ ഇതേ മെയിൻ റോഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നരസിമുക്കിലേക്ക് തിരിഞ്ഞു പോകാനുള്ള വഴി കാണാനാവുക. അവിടെ കുറച്ച് ചെറിയ ചായക്കടകളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചെറിയൊരു ജംഗ്ഷൻ. അപ്പോൾ അവിടുന്ന് താഴോട്ട് മാറിയായിരുന്നു അയ്യപ്പനും കോശിയും എന്ന പടത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സൂര്യകാന്തി പാടവും അതേപോലെ നരസിമുക്കിലെ പ്രധാന കാഴ്ചകളുള്ള കുന്നിൻ ചെരുവിലേക്ക് കയറിപ്പോകാനുമൊക്കെ കഴിയുക. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇനി താവളത്തേക്ക് തന്നെ പോവുകയാണ്. ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഏകദേശം 2 മണി ആയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടരുന്നത്. അപ്പോൾ ഈ ഒരു നീലാകാശത്തിൻ്റെയും മേഘാവൃതമായ അല്ലെങ്കിൽ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൻ്റെയും ഒക്കെ കുറേ നല്ല ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഞാനങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഹെൽമെറ്റിൽ പിടിപ്പിച്ചിരുന്ന ഹെൽമെറ്റ് ക്യാമറ ആ ഒരു സംഭവം അതിനകത്ത് എന്തോ ചെറിയ തരത്തിൽ മിസ്റ്റ് പിടിക്കുന്നുണ്ടായിരുന്നു, അതത്ര ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ മൊബൈൽ ക്യാമറ കയ്യിലെടുത്ത് വളരെ പതുക്കെ വണ്ടി ഓടിച്ച് ആണ് ഞാൻ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. എന്തായാലും മനോഹരമായ കാഴ്ചകൾ, ഇത് കണ്ണുകൾ കൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി എന്തായാലും നമുക്ക് ക്യാമറയിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മൊബൈൽ ക്യാമറയിലാണെങ്കിൽ പോലും കഴിയാവുന്ന അത്ര നല്ല ദൃശ്യങ്ങൾ പകർത്തി മുന്നോട്ട് പോവുക തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു വീട്ടിലാണ് അയ്യപ്പനും കോശിയുടെയും ലൊക്കേഷനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് താവളം ഭാഗത്തേക്കാണ്. വലത്തോട്ട് തിരിയുന്നു. ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ താവളത്ത് പോയി നമുക്ക് തലശ്ശേരി ഹോട്ടലിൽ കയറിയിട്ട് നല്ല അസൽ ഫുഡ് അവിടെ ലഭിക്കും. അപ്പോൾ ആ ഒരു തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ എന്തായാലും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നല്ല പാർസൽ വാങ്ങിച്ചുകൊണ്ട് മുള്ളി ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ട തലശ്ശേരി ഹോട്ടലിൽ നിന്ന് നല്ല അസൽ ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നമുക്ക് ഈ ഭവാനി പുഴയുടെ തീരത്തിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫുഡ് അടിക്കാവുന്ന നല്ല ഒരു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ റോഡിലോട്ട് കയറിയപ്പോൾ ഈ റോഡ് നേരെ അവസാനിക്കുന്നത് ചാവടിയൂർ വഴി നമുക്ക് മുള്ളി വരെയുള്ള റോഡായിട്ടാണ് കേരളത്തിൻ്റെ ഈ ഒരു റോഡ് കിടക്കുന്നത്. പക്ഷേ ചാവടിയൂർ വരെ ഏകദേശം ഈ റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മൊത്തം ഒരു വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോഡ് നേരത്തെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു കിടന്നത്. പക്ഷേ 2 വർഷത്തെ മഴ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം റോഡ് കുളമായിരുന്നു. പക്ഷേ നല്ല രൂപത്തിൽ ഇവിടുത്തെ MLAയുടെ ശക്തമായ ഇടപെടലുകളിലൂടെ നല്ല രൂപത്തിൽ റോഡ് വീണ്ടും പുനർനിർമ്മിക്കുകയാണ്. എന്തായാലും അട്ടപ്പാടിയിലൂടെ മുള്ളി വഴി ഊട്ടിയിലേക്ക് പോകാനുള്ള മനോഹരമായ ഒരു പാതയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭംഗിയാക്കുന്നതിലൂടെ ഊട്ടി യാത്രകൾ കോവിഡിന് ശേഷം നമുക്ക് വളരെ മനോഹരമായ യാത്രകളുടെ ഒരു അനുഭവമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചുറ്റുപാടുകൾ ഇപ്പോൾ കാണുന്നതിലും മനോഹരമായി നമുക്ക് ഈ ഒരു എന്താ പറയുക കോവിഡിന് ശേഷം അനുഭവിക്കാനാവുമെന്ന പൂർണ്ണ വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. എന്തായാലും ഈ വഴി പല തവണ ഞാൻ ഊട്ടിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുള്ളിയിലേക്കും മുള്ളിയിൽ നിന്ന് മാഞ്ഞൂരിലേക്കും അവിടെ നിന്ന്
ഊട്ടിയിലേക്കും വളരെ എളുപ്പത്തിൽ ഏകദേശം 90 കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാനാവുന്ന അത്ര അടുത്താണ് ഊട്ടി. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ പോകുന്ന വഴികളിലുടനീളം കാണാനുള്ളത്. അപ്പോൾ ഈ നമുക്ക് വലത് ഭാഗത്ത് കാണുന്നത് ഭവാനി നമ്മുടെ കൂടെ ഒഴുകി ഈ കിഴക്കോട്ട് തന്നെ പോകുന്നതാണ്. കേരളത്തിലെ ആകെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്ന് തന്നെയാണ് ഭവാനിപ്പുഴ. കേരളത്തിൽ നിന്നും ഒഴുകി തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാകുന്ന ഭവാനിപ്പുഴ അത് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ജലസേചന ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു വളരെ വലിയ ജലസംഭരണിയായി തന്നെ മാറുകയാണ്. അപ്പോൾ ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നടി ഭാവനയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ ഗേറ്റിലൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വലിയ വീടുണ്ട്. ആ വീടാണ് ഈ റെസ്റ്റ് ഹൗസ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ്. മനോഹരമായ ഈ ഒരു എന്താ പറയുക പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന വഴികളും അതേപോലെ തന്നെ മേഘങ്ങളാൽ ആവൃതമായിരിക്കുന്ന ആകാശവുമെല്ലാം നമ്മളെ മുള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. 1996 അട്ടപ്പാടി മേഖലയെ മുഴുവൻ ഒരു ലഹരി വിരുദ്ധ സ്ഥലമായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലഹരി വിമുക്ത ഭൂവിഭാഗം. ഇവിടെ ലഹരി ഒരു കാരണവശാലും അനുവദനീയമല്ല. ആൽക്കഹോളിക് ലഹരിയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ യാതൊരു ലഹരി വസ്തുക്കളും കൈവശം വയ്ക്കുന്നത് നിയമം മൂലം വളരെ മനോഹരമായി തടയിടാനാണ് അന്നത്തെ ആൻ്റണി സർക്കാർ ശ്രമിച്ചത്. ഇവിടെയുള്ള ആദിവാസികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതല്ല, ഇതിനുള്ളിലേക്ക് ഒരുപാട് ഊരുകൾ, ഏകദേശം 1500ഓളം ഊരുകൾ ഇതേപോലെ ഇതിനകത്ത് പല ഭാഗങ്ങളിലായി ചിതറി തെറിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവിടങ്ങളിലെല്ലാം കൂടി ഏകദേശം 70,000-ഓളം ആദിവാസികളും ഉണ്ടായിരുന്നത്രേ. പക്ഷേ അവരുടെ എണ്ണം 40,000-ലേക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള കണക്കുകൾ അതായിരിക്കാം സൂചിപ്പിക്കുന്നത്. എന്തു തന്നെ ആയാലും ഒരുപാട് ആദിവാസികളുടെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഇപ്പോൾ അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണുള്ളത്. എന്തായാലും ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ചില പരിപാടികൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെയുള്ള നിയമനിർമ്മാണം പോലും ഉണ്ടാവുകയും ആദിവാസികളുടെ ഭൂമിയും മറ്റും എന്നേക്കുമായി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വലിയ ഒരു എന്താ പറയുക പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ ഇവിടെ കാണുകയുണ്ടായല്ലോ. എന്തായാലും മനോഹരമായ ഈ കാഴ്ചകളിലൂടെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിലെ വളരെ വലിയ ഒരുപാട് ജലസേചന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ ഡാമുകൾ, ആ ഡാമുകളിലെ ടൂറിസം പരിപാടികൾ, അതേപോലെ തന്നെ അതിനുമപ്പുറം മാഞ്ഞൂർ എന്ന മനോഹരമായ പ്രദേശം, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളാണ് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാനാവുക. ഇവിടെ നമുക്ക് ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ തമിഴ്നാടിനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ ഇടയിലും അവരുടെ ആരാധനകളിലും അമ്പലങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലും അവരുടെ ആ ഒരു എന്താ പറയുക ദൈവവിശ്വാസത്തിലും അല്ലെങ്കിൽ അവരുടെ ഉത്സവങ്ങളിലുമൊക്കെ നമുക്ക് കാണാനാവുക. എന്തായാലും കൃഷി തന്നെയാണ് പ്രധാന വരുമാന മാർഗം എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാക്കാം. ഇവിടെ നെല്ലിക്ക കൃഷി ചെയ്യുന്ന ഫാമുകൾ കാണാം നമുക്ക്. അതേപോലെ ധാരാളം ഈ മണ്ണിൽ വളരെ നന്നായി കൃഷി ചെയ്യപ്പെടുന്നത് തെങ്ങ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് തെങ്ങിൻ്റെ തോട്ടങ്ങൾ നമുക്ക് കാണാനാവും. അതേപോലെ തന്നെ കന്നുകാലി വളർത്തൽ, ആട് വളർത്തലാണ് വളരെ മുഖ്യമായി ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്. നല്ല ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് അട്ടപ്പാടിയെ മാറ്റാനാവുമെന്ന് വളരെ
ഭവാനിയുടെ തീരത്തിരുന്ന് നമ്മൾ പാർസലായി കൊണ്ടുവന്നിരുന്ന ആ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അസല് തലശ്ശേരി ബിരിയാണി, അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറേ സമയം നമ്മുടെ ഭവാനിയുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റിൽസും അതേപോലെ വീഡിയോസൊക്കെ എടുത്തു. മൊബൈൽ ക്യാമറ കൊണ്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളതെന്ന് ഓർക്കുക. അതിൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ കാണുകയുള്ളൂ കേട്ടോ. എന്തായാലും അവിടെ നിന്ന് അല്പം കൂടി താഴോട്ട് തന്നെ ഞങ്ങൾ വന്നു. ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള സമയമായി തുടങ്ങി. ഏകദേശം 5 മണിയായി. ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് പിന്നീട് നാട്ടിൽ നിന്ന് വിളിക്കുന്നത് അവിടെ നല്ല മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് മഴ അത്രയൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ മഴ വളരെ കുറവാണിവിടെ. എന്തായാലും ഇത്തരത്തിൽ വളരെ എന്താ പറയുക, സെക്യൂർ ആയിട്ട് തന്നെയാണ് നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്രകൾ. അതുകൊണ്ട് തന്നെ 2 വർഷം നമ്മൾ തുടർച്ചയായിട്ട് യാത്ര ചെയ്തിട്ടും കോവിഡിൻ്റെ ഭീഷണി നമുക്ക് എന്തായാലും ഏശിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഭാവിയിലും നമുക്ക് ഇത്തരം സെക്യൂരിറ്റി പരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള തരത്തിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രൂപത്തിൽ എല്ലാവരും എന്താ പറയുക, സാമൂഹ്യ അകലം പാലിച്ച് അത്യാവശ്യങ്ങൾക്ക് മാത്രം യാത്രകൾ ചെയ്ത് മുന്നോട്ട് പോവുക, അകലം പാലിക്കുക, മഹാമാരിയെ തടഞ്ഞു നിർത്തുക എന്നുള്ള സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ കഴിവതും നമ്മൾ പുറത്തോട്ട് അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇറങ്ങുന്നതിൽ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഏതായാലും നമ്മൾ പോകുന്ന വഴിയിലാണ് നമുക്ക് മല്ലീശ്വരൻ മുടി കാണാനാവുക. ഇവിടെയാണ് ചെമ്മണ്ണൂരിലെ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ആ ഒരു മൈതാനവും അമ്പലവും എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു അട്ടപ്പാടിയുടെ മനോഹരമായ യാത്രാ വിവരണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. ഇനി ഏതായാലും നമുക്ക് ഷോളയൂരിലൊന്നുകൂടെ പോകേണ്ടതുണ്ട്. കാണാം.